ഇത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ്. ഈ ഒരു കാറ്റഗറിയിൽ ഈ വണ്ടിയേ ഉള്ളൂ 5 സ്റ്റാറിലല്ല. അതെ, ടിയാഗോ മാത്രമേ ഉള്ളൂ ഈ ഒരു കാറ്റഗറിയിൽ. നല്ല അടിപൊളി വണ്ടി കേട്ടോ. ബാക്ക് സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റിക്കർ വർക്കും ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഗോയിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതെ, അതുകൊണ്ടാണ്. എത്ര കൊടുക്കാതെ നമുക്ക്? 2020 മോഡൽ ZX 11,000 കിലോമീറ്റർ മോഡൽ ഫുൾ ഓപ്ഷനിൽ വെറും 11,000 ഓടിയിട്ടുള്ളൂ. ഈ ഒരു 5 വർഷ കാലയളവിൽ 11,000 മാത്രം ഓടിയ വണ്ടി. ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ ധൈര്യമായിട്ട് 2 വർഷത്തെ വാറണ്ടിയോട് കൂടി വാങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ വാറണ്ടി നിൽക്കുമ്പം ആദ്യം മനസ്സിലേക്ക് വരുന്നത് കാറൻ ബൈക്കാണ്. കണ്ണൂർ കാറൻ ബൈക്കിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത്. സ്വാഗതം ചെയ്യാം അതുലിനെ. അതിലെ സ്വാഗതം. കഴിഞ്ഞ വീഡിയോൻ്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അഭിപ്രായമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഓൾഡ് സ്റ്റോക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. വില കുറച്ചിട്ടാണ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം എങ്ങനെയാണ്? പുതിയ സ്റ്റോക്കാണോ അതോ? നമ്മൾ പ്രാവശ്യം നമ്മൾ വന്നിട്ട് പുതിയ സ്റ്റോക്ക് നമുക്ക് എല്ലാം പുതിയ സ്റ്റോക്കാണ്, പുതിയ വണ്ടികളാണ്. ഓക്കെ. വാറണ്ടി എല്ലാം വരുന്നുണ്ട്. 2 വർഷം വാറണ്ടി ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ തന്നെയാണ് മാക്സിമം ഉള്ളത് അല്ലേ? മാക്സിമം. ഓക്കെ. എല്ലാ സെഗ്മെൻറ്റും ഉണ്ടോ? ചെറുതും വലുതും ഒക്കെ ഉണ്ടോ? ചെറുതും വലുതും എല്ലാം ഉണ്ട്. ഓക്കെ. ലോ ബഡ്ജറ്റ് വണ്ടിയുണ്ട്, കൂടിയതുണ്ട്. ഓക്കെ. അപ്പോൾ കണ്ണൂർ തോട്ടടയാണ് ലൊക്കേഷൻ വരുന്നത്. കാറൻ ബൈക്ക് എസ് എൻ കോളേജിൻ്റെ അടുത്തായിട്ട് തോട്ടട ലൊക്കേഷൻ വരുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാറണ്ടി RSA തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ലഭിക്കുന്ന വാഹനങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. അത്രയും ചെക്ക് പോയിൻറ്റ്സിലൂടെ കടത്തിവിട്ട് എടുക്കുന്ന വാഹനങ്ങളാണ്, പർച്ചേസ് ചെയ്തെടുക്കുന്ന വണ്ടികളാണ്. ഓക്കെ. എന്തെങ്കിലും ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ? ഇല്ല, ഇപ്രാവശ്യം ഓഫറൊന്നും വരുന്നില്ല. ഒന്നും വരുന്നില്ല. നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് തന്നെ ചെയ്തു. ഡിസ്കൗണ്ട് പ്രൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആസ്കിംഗ് പ്രൈസ് ആണ്. ആസ്കിംഗ് ആണ്. അതെ, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തു കൊടുക്കാം. കത്തിപ്പോവും കുറച്ചു നേരം കൂടെ നിന്നാൽ. വീഡിയോയിലോട്ട് പോവാം. ആദ്യ വാഹനം മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ടോപ്പിൻ്റെ ഇത് ആൽഫയാണ് അല്ലേ? പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അലോയ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും, സ്റ്റാർട്ട് ബട്ടൺ, പുഷ് ബട്ടൺ എല്ലാം വരുന്നുണ്ട്. മോഡൽ ഏതാ? 2022 മോഡൽ. 22. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പ്, 28,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പാണ്. 22,000 മാത്രം ഓടിയ വണ്ടി. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. 28,000 ഓടിയ വണ്ടി. 28,000. ഓക്കെ. 2022 മോഡൽ മാറിപ്പോയതാണ്. സോറി, ഒരു ക്ലെയിമില്ല. ഇല്ല, ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. വാറണ്ടി 2 ഇയർ കൊടുക്കാം. 2 വർഷം വാറണ്ടി കൊടുക്കാം. 1 ഇയർ RSA. റോഡ് സൈഡ് അസിസ്റ്റ് ആണ്. നിങ്ങൾക്ക് പെട്രോൾ തീർന്ന് വഴി കിടന്നാലും ഇവരുടെ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു കോൾ ചെയ്താൽ എത്തും അവിടെ അല്ല? ഓക്കെ. ഏത് ലൊക്കേഷനിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കേട്ടോ. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 7-10 ചെയ്യാം. 7-10. മാനുവലോ ഓട്ടോമാറ്റിക്? ഇത് AMT ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ. ഓട്ടോമാറ്റിക് ഇഗ്നിസ് ആണ്. ഏറ്റവും ടോപ്പ് ആൽഫ 2022 മോഡൽ ഓട്ടോമാറ്റിക് ഇഗ്നിസ് 7-10 കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ക്ലെയിമില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന അണ്ടർ വാറണ്ടിയിൽ വരുന്ന വാഹനമാണ്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഫ്രണ്ടിൽ നല്ല ടയർസ് ഉണ്ട്, പുറകിൽ ആവറേജേ ഉള്ളൂ. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 6 വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? 6 വരെ കിട്ടും. എന്തായാലും കിട്ടും. പ്രൊഫൈൽ ഓക്കെ, നമുക്ക് 6 വരെ ചെയ്യാം. ഓക്കെ. അടുത്ത ഒരു ഹോണ്ട സിറ്റിയാണ്. ഏറ്റവും ലാസ്റ്റ് ഷേപ്പ് ഇറങ്ങിയ ഹോണ്ട സിറ്റി KL 13 കണ്ണൂർ വണ്ടിയാണ്. ടോപ്പ്, ഏറ്റവും ടോപ്പ് ഒക്കെ വരുന്നതാണ്. ഓക്കെ. 11,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 11,000. മോഡൽ ഏതാ? 2020 മോഡൽ ZX 11,000 കിലോമീറ്റർ മോഡൽ ഫുൾ ഓപ്ഷനിൽ വെറും 11,000 ഓടിയിട്ടുള്ളൂ. ഈ ഒരു 5 വർഷ കാലയളവിൽ 11,000 മാത്രം ഓടിയ വണ്ടി. എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എന്താ ഇത് ഇത്രയും കുറഞ്ഞ കിലോമീറ്റർ ഓടാൻ കാരണം? അത് അവർ അത്ര യൂസ് ചെയ്യല്ലോ. അല്ല, ഓട്ടോമാറ്റിക് ആണോ? CVT ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓട്ടോ പോകാൻ ചാൻസ് ഉള്ളൂ. അതെ. പൊതുവെ മൈലേജ് കുറവായിരിക്കും CVT ഓട്ടോമാറ്റിക്. അത്യാവശ്യം നല്ല സ്മൂത്ത് ഡ്രൈവ് കിട്ടുന്ന ഒരു വണ്ടിയാണ് CVTയിൽ. ഓക്കെ. കംഫർട്ടാണ്. ആ ഒരു ഡ്രൈവ് കിട്ടും. മൈലേജ് എനിക്ക് തോന്നുന്നൊരു 8 മുതൽ 12 വരെയൊക്കെ പ്രതീക്ഷിക്കാം. 12 വരെ മാക്സിമം പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ ഒരു ലോ കിലോമീറ്റർ സിറ്റി ZX ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. നിങ്ങൾ കമ്പനി പോയി എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. അത്രയും കുറഞ്ഞ കിലോമീറ്ററിൽ ഒരു വണ്ടി ഇവിടെ ഉണ്ട്. എത്ര കൊടുക്കാം? നമുക്കിത് 11,98 കൊടുക്കാം. 11,98. ഇപ്പോഴത്തെ ഒരു ZXൻ്റെ വിലയായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് അല്ലേ? വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ 11,98 ഈ ഒരു വാഹനം കൊണ്ടുപോകാം. വെറും 11,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ലോൺ നമുക്ക് വേണ്ടി മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. കയറും. 10 ലക്ഷത്തിൻ്റെ വില കിട്ടും. അതെ. ഓക്കെ. അടുത്തൊരു ടാറ്റ അൾട്രോസ് ആണ്. ഒരു റെഡ് കളർ വാഹനം അല്ലേ? അതെ. എങ്ങനെയാ? 2022 മോഡൽ XM+ ആണ് വരുന്നത്.
സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, എക്സ് എം എന്ന് വെച്ചാൽ സെക്കൻഡ് ഓപ്ഷനാണ്, അതിൻ്റെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷനാണ്. എന്താ പ്ലസിലേക്ക് വരുമ്പോൾ മാറ്റം വരിക? ടച്ച് സ്റ്റീരിയോ വരും, മിറർ ഫോൾഡിങ് വരും. മിറർ ഫോൾഡിങ്, അതാണ് മാറ്റം വരുന്നത് അല്ലേ? ഓക്കെ, ബാക്കി ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരിക. അതെ, സെയിം എടുത്ത് പറഞ്ഞാണ്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്, 42,000 ഓടിയിട്ടുള്ളൂ. 42,000, 2022 വണ്ടി അല്ല? പെട്രോൾ മാനുവൽ വാഹനമാണ്. മൈലേജ് കുറച്ച് വെയിറ്റ് ഉള്ള വണ്ടിയാണ്, സേഫ്റ്റി എല്ലാം വരുന്ന വണ്ടിയാണ്. മൈലേജ് കുറച്ച് കുറവാണ്, പൊതുവെ ഒരു 12-15 ആ റേഞ്ച് കിട്ടാം. ഓക്കെ, ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ കാണിച്ച 3 വാഹനത്തിനും വാറണ്ടിയും RSA എല്ലാം കിട്ടും അല്ലേ? അതെ, 2 ഇയർ വാറണ്ടി, RSA എല്ലാം കിട്ടും. ഇതെത്രയാണ് പ്രൈസ്? നമുക്ക് 6,20,000 ചെയ്യാം. 6,20,000 രൂപയ്ക്ക് 2022 XM പ്ലസ് അൾട്രോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഒരു 5,50,000 ഒക്കെ ലോൺ വരും. 50 എന്തായാലും ഷുവറായിട്ട് തരും, കിട്ടും. പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത ഡാറ്റ്സൺ ഗോ ആണ്. ഞാൻ ഒരുപാട് ഗോ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്താ പറയുക, ഒരു പ്രത്യേക തരം കളർ, നല്ലൊരു അടിപൊളി കളർ, നല്ല നീറ്റ് വണ്ടി കേട്ടോ ഗോ. ഓക്കെ, ഒരു സ്വിഫ്റ്റ് ടിയാഗോ അങ്ങനത്തെ ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, 1.2 നോക്കുന്നുണ്ടെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. അതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടും അല്ലേ? ഇത് KL 18 രജിസ്ട്രേഷനാണ്, വടകര കോഴിക്കോട് ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2016 വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ്. അത്രേ ഓടിയുള്ളൂ, 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് എല്ലാം പ്രോപ്പർ ഉണ്ടോ? പ്രോപ്പറാണ്. ഇതിന് ചെറിയൊരു ക്ലെയിം ഉണ്ട്, ഫ്രണ്ടിലാണ്. ഫ്രണ്ടിൽ മാത്രം ചെറിയൊരു റേഡിയേറ്ററിലൊക്കെ അടി കിട്ടിയോ? ഇല്ല, റേഡിയേറ്റർ അങ്ങനെ ഫ്രണ്ട് മാത്രം എടുത്തില്ല. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഇല്ല വണ്ടിയാണ്. ഓക്കെ, ഡാറ്റ്സൻ്റെ സർവീസ് നിസാനാണ് ചെയ്യുക, നിസാൻ്റെ ബ്രാൻഡ് തന്നെയാണ്. വേറെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ ഇതല്ലാതെ? ഇല്ല, വേറെ ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, ഇത് റേഡിയേറ്ററിലേക്കൊന്നും കിട്ടിയില്ലല്ലോ? ഇല്ല, റേഡിയേറ്റർ ഒന്നുമില്ല. ഓക്കെ, എന്തായാലും ചെക്ക് ചെയ്യാം. പീരിയോഡിക് സർവീസ് പ്രോപ്പറായിട്ട് പോയി, പ്രോപ്പറായിട്ട് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, നിങ്ങൾ വാറണ്ടി എങ്ങനെയാണ്? 1 ഇയർ എഞ്ചിൻ ഗ്രോസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആ ഒരു മോഡലിൽ പഴക്കം? അതെ, 16 ആയതുകൊണ്ട് 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് കൊടുക്കുന്നുണ്ട്. ഏതാ ഓപ്ഷൻ ഇത്? ഈ T വേരിയന്റ് ആണ്. 2 ഡോർ പവർ വിൻഡോ ഉണ്ടോ അല്ലേ? ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരും. ഓക്കെ, നല്ലൊരു അടിപൊളി വണ്ടി കേട്ടോ. സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ലൊരു സ്റ്റിക്കർ വർക്കും ഒക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ ഗോയിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. എത്ര കൊടുക്കാതെ നമുക്ക്? ഇത് നമുക്ക് 2,40 കൊടുക്കാം. 2,40, 2016, 11,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്. ഈ ചെറിയൊരു വർക്ക് മുന്നിൽ എടുത്തിട്ടുണ്ട്, മേജറൊന്നും അല്ലാതെ. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അത്രയും കുറഞ്ഞ കിലോമീറ്ററാണ്. യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇതാണ് പ്രശ്നം, കിലോമീറ്റർ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഒരു വില മാറുന്നത് അല്ലേ? നോർമൽ മാർക്കറ്റ് റേറ്റ് അങ്ങോട്ടും മാറുന്നുണ്ട്, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഓക്കെ, ലോൺ കയറും ഇതിൽ? ലോൺ ചെയ്യാം, നമുക്ക് മാക്സിമം തന്നെ ഇത് ലോൺ ചെയ്ത് 16 വണ്ടിയാണ് ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യാം. ഒരു അൾട്ടോ 800 ഒരു ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. എങ്ങനെ? 2022 മോഡലാണ്. 22. ഓക്കെ, 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് 2 വർഷം വാറണ്ടി ഇട്ട് ചെയ്യാൻ പറ്റും. ഏതാ? LXI LXI KL 39 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി അല്ലേ? 2022 മോഡൽ. അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ക്ലെയിമും ഇല്ല. കമ്പനി വാറണ്ടി എല്ലാം കഴിഞ്ഞില്ലേ? വാറണ്ടി പീരീഡ് കഴിഞ്ഞതാണ്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമുക്ക് 4,10 ചെയ്യാം. 4,10 22 മോഡൽ അൾട്ടോ 800 കൊണ്ടുപോകാം. ഓക്കെ, ഈ പറഞ്ഞ വിലകൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിലകളാണ്, ഒന്നും ഫൈനൽ റേറ്റ് അല്ല. ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മാറ്റം വരുത്തി കൊടുക്കും അല്ലേ? ലോൺ ഒരു 3.5-3.25 കിട്ടും. 3.25 ഷുവറായിട്ട് കിട്ടും, കയറും. 3.25 നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ് കണ്ട ഒരു സെയിം കളർ ഇഗ്നിസ് തന്നെ അടുത്ത വാഹനം KL 57 കൊടുവള്ളി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 സിഗ്മ. അത് നമ്മൾ നേരത്തെ കണ്ട ഓട്ടോമാറ്റിക് ആണ്, ഇത് മാനുവലാണ്. നേരത്തെ കണ്ട ടോപ്പ് എൻ്റെ ആയിരുന്നു, ആൽഫ ആയിരുന്നു. ഇത് സിഗ്മയാണ്, ബേസ് മോഡലാണ് അല്ലേ? ഓക്കെ, എന്തെങ്കിലും അഡീഷണൽ ചെയ്തിട്ടുണ്ട്? സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് ഒക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓട്ടോ എത്രയാ? 38,000 ഓടിയിട്ടുള്ളൂ. 38,000 മാത്രം ഓടി. 2021 നോർമൽ ഓട്ടം പോയ വാഹനമാണ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുവാണ് അല്ലേ? അതെ. ഓക്കെ, കമ്പനി സർവീസ് ഇല്ല, ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കാം? നമുക്ക് 5,30 കൊടുക്കാം. 5,30,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഇഗ്നിസ് ആണ്, അത്യാവശ്യം ഒരു സ്പോർട്ടി ടൈപ്പ് വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം നല്ല ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. 2021 മോഡൽ സിഗ്മയാണ്. അഡീഷണൽ സ്റ്റീരിയോയും കാര്യങ്ങളും സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ടയേഴ്സിന്റെ ഭാഗമാണെങ്കിൽ ഫ്രണ്ട് നല്ല അടിപൊളി ടയേഴ്സ് ഉണ്ട്, പുറകിലും ഒരു 70 എബവ് ഉണ്ട് അല്ലേ? അത്രയും ടയേഴ്സ് ഉണ്ട്. ഒന്നും ഇപ്പൊ ചെയ്യാനില്ല, എടുക്കുന്നില്ല. വാറണ്ടിയോ? നമുക്ക് 2 വർഷം വാറണ്ടി ചെയ്യാം. വാറണ്ടി 1 ഇയർ RSA ചെയ്യാം. ഓക്കെ, ലോൺ ഒരു 4.5 കിട്ടുമോ? 5 വരെ കിട്ടും എന്തായാലും. നമുക്ക് പ്രൊഫൈലൊക്കെ 5 വരെ ചെയ്യാം. 5 വരെ ലോൺ. അടുത്ത വാഹനം വാഗണറാണ്, KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെയാ അതിലെ ഡീറ്റെയിൽ? 2020 മോഡൽ. 20 മോഡൽ 58,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്.
VXi VXi ഓക്കെ. മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 2021. കമ്പനി സർവീസ് എല്ലാം പ്രോപ്പറാണ്. സർവീസ് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. 0 ക്ലെയിം വണ്ടി. വാറണ്ടി കൊടുക്കാമല്ലോ? 2 ഇയർ 2 വർഷം വാറണ്ടി കൊടുക്കാം നമുക്ക്. വാറണ്ടി RSI എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ. എത്രയായപ്പോൾ RSI എല്ലാ വണ്ടിക്കും കൊടുക്കും? RSI എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും RSI കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമുക്ക് 550 കൊടുക്കാം. 5 ലക്ഷം. 2021 1 മോഡൽ 58,000 കിലോമീറ്റർ ഓടിയ VXi വാഗണർ. ഓക്കെ. 5 lakhs ലോൺ വരും? 5 ലക്ഷം ചെയ്യാം നമുക്ക്. മാക്സിമം പ്രൊഫൈൽ ഓക്കെയാണ്, നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അല്ല, അത് ഡിപ്പെൻസ് ആണ്. എന്നാലും വണ്ടിക്ക് മാക്സിമം ലോൺ മാക്സിമം കിട്ടും. ഓക്കെ. അടുത്തത് ഒരു ന്യൂ ഷേപ്പ് സെലറിയോ KL60 കാഞ്ഞങ്ങാട് വണ്ടി തന്നെ, ഒരു റെഡ് കളർ അല്ലേ? അതെ. എങ്ങനെയാ അത്? ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ആണ് അല്ലേ? ടോപ്പ് എൻ്റെ വണ്ടിയാണ്. ഏതാ മോഡല്? 2021 മോഡൽ. 36 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 36,000 മാത്രം ഓടി. 2021 ZXi പ്ലസ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. സിംഗിൾ ഓൺഷിപ്പാ? സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ക്ലെയിം ഒന്നുമില്ല. ഒരു ക്ലെയിമില്ല. ഓക്കെ. ഈ ഒരു സെലറി എന്ന് വെച്ചാൽ നല്ല മൈലേജിന് പേര് എത്ര വരെ കിട്ടുന്നുണ്ട്? 18-19 കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ. മൈലേജിന് പേര് കേട്ട ഒരു സംഭവമാണ്. അപ്പോൾ ലോങ്ങിലൊക്കെ നോക്കി ഓടിച്ചാൽ കുറച്ചും കൂടി കിട്ടും അല്ലേ? ഓക്കെ. എത്രയും ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ 5,30,000. 5,30,000. ഓക്കെ. 2021 സെലറിയോ ZXi പ്ലസ് 5,30,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഒരു ക്ലെയിമോ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ വാറണ്ടി RSI എല്ലാം കിട്ടുന്നുണ്ട്. ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ ചെയ്യും അല്ലേ? ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ 5 ലക്ഷം വരെ ചെയ്യാം. 5 lakhs. അടുത്തൊരു ടിയാഗോ ആണ്. KL 22 രജിസ്ട്രേഷൻ. ഇന്നത്തെ ഓൾമോസ്റ്റ് കാണിക്കുന്ന ഇനിയിപ്പോൾ വരുന്ന വണ്ടികളും എല്ലാം ഒരു എന്താ പറയുക, ഒരു മീഡിയം സെഗ്മെൻ്റ് ആണ് അല്ലേ? എല്ലാം കാണിച്ചത് ബഡ്ജറ്റ് കൊണ്ടാണെങ്കിലും വണ്ടിയുടെ ഒരു സൈസ് കൊണ്ടാണെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് അന്വേഷിക്കുന്ന മോഡൽസാണ് കൂടുതലും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. അദ്ദേഹത്തിന് വാറണ്ടി ഉണ്ട്. ഇത് KL 22 രജിസ്ട്രേഷൻ ആണ്. ന്യൂ ഷേപ്പ് ടിയാഗോ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 മോഡല്. സിംഗിൾ ഓൺഷിപ്പാണ്. ഓക്കെ. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000 മാത്രമേ 21 മോഡൽ അല്ലേ? ഏതാ ഓപ്ഷൻ? XT മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരിക. XZ പ്ലസ് XT അങ്ങനെയാണ് വരിക. പവർ വിൻഡോസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ എല്ലാം വരും. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഇത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ്. ഈ ഒരു കാറ്റഗറിയിൽ ഈ വണ്ടിയേ ഉള്ളൂ 5 സ്റ്റാറിലല്ല? അതെ, ടിയാഗോ. ടിയാഗോ മാത്രമേ ഉള്ളൂ ഈ ഒരു കാറ്റഗറിയിൽ. ബാക്കി നേരത്തെ കണ്ട സെലറി വാഗണർ ഒന്നും കിട്ടുന്നില്ല. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 5,10,000 ചെയ്യാം. 2021 മോഡൽ. ഓക്കെ. XT 5,10,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. പ്രൈസ് വീണ്ടും പറയാണ്, അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാം നമുക്ക് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അങ്ങനെ ചെയ്ത് തന്നിട്ടില്ല, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യും കേട്ടോ. ചെയ്ത് തരുമെന്ന് പറയണ്ട, അതുകൊണ്ടാണ്. ഓക്കെ. ലോൺ എത്ര കയറും? ഒരു 4,45 കിട്ടും. 4,45 കിട്ടും. അടുത്ത വാഹനം എന്താ? ക്വിഡ് ആണ്. KL 36 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2017 മോഡൽ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 58,000 ഓടിയിട്ടുള്ളൂ. ക്ലൈംബർ കിഡ് ക്ലൈംബർ ഓട്ടോ. ഓക്കെ. ഈ ഒരു കളർ വ്യത്യാസം അതാണ് ക്ലൈംബറിലാണ്. ഡിസൈനൊക്കെ ഓട്ടോമാറ്റിക് ക്ലൈംബർ അല്ല. 1000 cc വണ്ടിയാണ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഓട്ടോ എത്രയാണ് പറഞ്ഞത്? 58,000 ഓടിയിട്ടുള്ളൂ. 58,000. 2017 മോഡൽ. മോഡൽ വെച്ചിട്ട് കുറവാണ്. ഓക്കെ. 1000 cc വാഹനമാണ്. AMT ഗിയർ ബോക്സ് ആണ്. ഒരു ഓട്ടോമാറ്റിക്കിൽ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 16-18 ഏവറേജ് കിട്ടും ഏകദേശം. മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതെ, ചെറിയ വണ്ടിയാണല്ലോ അല്ലേ? വേറെ വർക്കൊന്നുമില്ലല്ലോ? ഇല്ല. ക്ലെയിമോ ടയർ ഭാഗങ്ങൾ ഏവറേജ് ടയർ. ഫ്രണ്ട് കുഴപ്പമില്ല, പുറകിൽ ഏവറേജ് ഉള്ളൂ. എത്ര കൊടുക്കാത്? 3,80,000. 3,80,000 രൂപയ്ക്ക് 2017 58,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് ക്വിഡ് ക്ലൈംബർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 3 lakh കിട്ടുമോ? 3.5 ഒക്കെ കിട്ടും മാക്സിമം ചെയ്യാം. ഓക്കെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്, വീഡിയോയിൽ കാണിക്കുന്ന അവസാനത്തെ വാഹനം. ഇവിടെ വേറെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്ത സ്റ്റോക്കിൽ ലാസ്റ്റ് വണ്ടി KL 13 രജിസ്ട്രേഷനുള്ള ഹ്യുണ്ടായി സാൻഡ്രോ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? സാൻഡ്രോ GLS ആണോ? സെക്കൻഡ് ഓൺഷിപ്പ്. 1,23 ഓടിയിട്ടുണ്ട്. മോഡൽ 2005 മോഡൽ. പേപ്പർ 2026 ഡിസംബർ വരെ ഉണ്ട്. ഒരു കൊല്ലം മാറിയിട്ടുണ്ട് അല്ലേ എടുക്കുമ്പോൾ? ഓക്കെ. 26 ഡിസംബർ വരെ അണ്ടർ പേപ്പറിൽ വരുന്ന വാഹനമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പുതുക്കിയാൽ മതി. ഒരു ചെറിയ എമൗണ്ട് ആവത്തുള്ളൂ. ഒരു 10,000 രൂപയൊക്കെ കണ്ടാൽ പുതുക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ലോൺ കിട്ടില്ല. ലോൺ ചെയ്യാൻ, ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാൻ പറ്റില്ല. പഴയ മോഡലാണ്. അറിയാം, കാണുന്നവർക്ക് അറിയാം. പഴയ മോഡലാണ് ഓൾമോസ്റ്റ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. ഫങ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. സിസ്റ്റം കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് അല്ലേ? ഓക്കെ.
ഇൻസ്പെക്ടഡ് വെഹിക്കിളാണ്, അതേ ഉള്ളൂ. വേറെ ടയർ അത്യാവശ്യം 4 ടയറും അത്യാവശ്യം നല്ല ടയർ. വേറെ വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടൂല. എത്ര കൊടുക്കാം? RS കൊടുക്കാം നമുക്ക്. RS കൊടുക്കാം. ഓക്കെ, എത്ര കൊടുക്കാം? 60 കൊടുക്കാം. 60,000 രൂപയ്ക്ക് 2026 വരെ പേപ്പറുള്ള. വില ഫൈനലാണോ അതോ? ഫൈനൽ നെഗോഷ്യബിളാണ്, നമുക്ക് ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിളാണ്, നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, 60,000 രൂപയ്ക്ക് 2026 ഡിസംബർ വരെ പേപ്പറുള്ള ഒരു സാൻഡ്രോ GLS കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അല്ലേ? അതെ, നമ്മളടുത്ത് ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. ഇവിടെ തന്നെ വേറെ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് തന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. അതിലെ നന്ദി. ബൈ.